അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ആരാധന ഇപ്രകാരം ഒരു സംയുക്ത ആരാധനയിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ട്രിവാൻഡ്രം മുതൽ പനത്തടി വരെയുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അതുമാത്രമല്ല, സലാലയിലെ നമ്മുടെ ചർച്ചിൻ്റെ വിശ്വാസികൾ ഇന്ന് ഇവിടെ ഉണ്ട്. മറ്റ് ദുബായിലെ ഒത്തിരി പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർക്ക് ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. നമ്മൾ ദുബായിൽ പണ്ട് ആരാധിച്ചു കൊണ്ടിരുന്ന ചില പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇന്നിവിടെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. നിങ്ങളെ പഴയ മുഖങ്ങളെയൊക്കെ ഒന്ന് കാണുവാൻ ഇടയായി തീരുന്നത് വളരെ അനുഗ്രഹം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നിലവിൽ ദൈവം ഒരു 3 ദിവസത്തെ കൺവെൻഷൻ ദൈവം നമുക്ക് നൽകി തന്നു. വളരെ ശ്രേഷ്ഠമേറിയ മെസ്സേജും നല്ല ആരാധനയുടെ അന്തരീക്ഷവും ദൈവമായ കർത്താവ് സഹായിച്ചു. ഇപ്രകാരം ദൈവം ഒരു ഹോള് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണ മുഖാന്തരമായിട്ട് ദൈവം തരുവാനായിട്ട് ഇടയായി തീർന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ ആ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഈ സ്ഥലത്ത് വെളിപ്പെടുവാൻ തക്കണം ഇടയായി തീരട്ടെ. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിന് അധ്യക്ഷം വഹിച്ച തിരുവല്ല ടൗൺ ചർച്ചിൻ്റെ പാസ്റ്റർ സണ്ണി, അതോടൊപ്പം തന്നെ ആത്മീയ ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ CM മാത്യു, അതോടൊപ്പം തന്നെ ഭൗതിക കാര്യങ്ങൾ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നോക്കുന്ന തോമസ് വൈദ്യൻ, അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ എടുത്തുതായിരിക്കുന്ന ഒരു വലിയ സമർപ്പണമാണ് ഇന്ന് ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ. ആരാധനയുമായിരിക്കുന്ന ബന്ധത്തിൽ നമുക്ക് ശ്രേഷ്ഠമേറിയ നല്ല ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ദൈവം കയറിനെ അനുഗ്രഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൊച്ചു മുൻപ് തന്നെ കുടുംബമായിട്ട് സ്പിരിച്വൽ വേവ്സിനെ ദൈവം സമർത്ഥമായിട്ട് ആ പ്രവർത്തനങ്ങളെ മാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആരാധനയുമായിരിക്കുന്ന ബന്ധത്തിൽ നമ്മുടെ മുമ്പിൽ കത്തുമേശയുണ്ട്. അതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ആധാരമായിട്ട് ഒരു വലിയ മെസ്സേജിലേക്ക് പോകാതെ ഇന്ന് സഭ ആരാധന ആയതുകൊണ്ട് സഭ ആരാധനയുമായിരിക്കുന്ന ബന്ധത്തിൽ ഒരു മെസ്സേജിലേക്ക് കടക്കുവാൻ തക്കണം ഞാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് ഒരു വേദവാക്യം നിങ്ങളെ കണ്ട വായിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മലാഖി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ തക്കണം ഞാൻ താല്പര്യപ്പെടുകയാണ്. ബുക്ക് ഓഫ് മലാഖി ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 8. മലാഖി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. 6-ാമത്തെ വാക്യം കൂടെ വായിച്ചാണ്. വേഴ്സ് നമ്പർ 6. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു പ്രകാശനമെന്ന് പറയുന്നത് ഡിസ്പൈസ് ഗാഡ് ഇൻ ദ വർഷിപ്പ്. ആരാധനയിൽ ദൈവത്തെ തുച്ഛീകരിക്കുന്ന ഒരു അനുഭവം. ആ ഒരു പ്രത്യേകമായിരിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ആരാധനയുമായിരിക്കുന്ന ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ദൈവത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, മലാഖി പ്രവാചകന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത മുഖാന്തരമായിട്ട് മനോഹരമായിരിക്കുന്ന ദേവാലയം കൂടെ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് ഉടച്ച് ആ യെരൂശലേമിലെ സകല നിവാസികളെയും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി യെരൂശലേം പരിതാപകരമായിരിക്കുന്ന ഒരവസ്ഥയിൽ കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം ഒരു കോരശ് രാജാവിനെ എഴുന്നേൽപ്പിച്ചത് മുഖാന്തരമായിട്ട് എസ്രാ, നെഹമ്യാവ് മുതലായ ആൾക്കാരുമായിട്ട് വീണ്ടും ഒരു ആലയം പണിത് ആലയത്തിൻ്റെതായിരിക്കുന്ന ആരാധന യഥാസ്ഥാനപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് മലാഖി പ്രവാചകൻ എഴുതപ്പെടുന്നത്. പരിതാപകരമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചത്. അതുവരെ നടക്കത്തില്ല എന്ന് ചിന്തിച്ചു വന്നായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വിരാമം ഇട്ടുകൊണ്ട് അത്ഭുതകരമായ രീതിയിൽ ഇസ്രായേൽ മക്കൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വന്ന് നിൽക്കുന്ന ആയിരിക്കും സ്ഥാനത്ത്. അവിടെയാണ്
ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കളെ നോക്കിക്കൊണ്ട് മലാഖി പ്രവാചകൻ പറയുവാൻ ഇടയായിത്തീരുന്ന ഒരു വാക്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രത്യയമായിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇടയിൽ 400 വർഷങ്ങളുടെ ഒരു ഇടവേള ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് വേദപുസ്തകത്തിൽ ഇരുണ്ട കാലഘട്ടമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ മനുഷ്യൻ പരിതാപകരമായിട്ട് ദൈവത്തിൽ നിന്ന് താണുപോയതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നതായിരിക്കുന്ന സാഹചര്യമായിട്ട് അത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ ദാസൻ മലാഖിയുടേതായിരിക്കുന്ന പ്രത്യേകത. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോണം, പലപ്പോഴും ദൈവത്തിന്റെ ആലോചന നമുക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആ പർട്ടിക്കുലർ സമയത്ത് നമ്മളുമായിട്ട് അത് ബന്ധമില്ല എന്ന് ചിന്തിക്കുമായിരിക്കുക. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കണം, ഭാവി ദൈവം മുൻപിൽ കണ്ടുകൊണ്ടാണോ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിങ്ങൾക്ക് ഒരു ആലോചന തരുന്നു എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഏദൻ തോട്ടത്തിൽ ആദാം പാപം ചെയ്യുമെന്ന് ദൈവത്തിന് നന്നായിട്ടറിയേ. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ ആദാമിനെയും തന്റെ ഭാര്യയും കൂടെ അവിടെ ആക്കുമ്പോൾ സ്വർഗസ്ഥനായിരിക്കെ ദൈവം മുന്നമേ കൂട്ടി പറഞ്ഞത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ അതിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. എന്തുകൊണ്ടാ പറഞ്ഞെന്നറിയാമോ? നാളെ കടന്നു വരുവാൻ ഒരു അപകടം കടന്നു വരുവാൻ സാധ്യതയുണ്ട്, ഒരാപത്ത് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ആ പർട്ടിക്കുലർ സമയത്ത് ആദാമിനോട് ചോദിച്ചാൽ ആദാം കൂടെ പറയും, ഞാൻ ദൈവ തേജസ് കൊണ്ട് മൂടപ്പെട്ടവനാണോ? ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പോലും ആവശ്യമില്ല. പക്ഷെങ്കിൽ മുന്നമേ കാണുന്ന ദൈവത്തിന് സകലതും അറിയാം. ഇന്ന് പകൽക്കാലം ഒരു ദൂത് നിങ്ങളോട് ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് ഒരു ദൂത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 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 പ്രത്യയമായിരിക്കുന്ന അരുളപ്പാട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചന നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങളെ ഇന്നത്തെ പൊസിഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കരുത്. നാളെ അത് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയ്ക്ക് വേണ്ടിയാണ് മുൻപിൽ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായിരിക്കും ദൈവം പറയുവാൻ ഇടയായിത്തീർന്നത്. നിങ്ങൾക്കറിയാം, ഒരു ആസാ രാജാവ്, ആസയോട് ദൈവം വളരെ അനുഗ്രഹപ്പെട്ടതായിരിക്കുന്ന ഒരു വലിയ വിപ്ലവകരമായിരിക്കുന്ന മാറ്റം ഇസ്രായേൽ വരുത്തുവാൻ, ആത്മീയമായിരിക്കുന്ന ഒരു പുനരുത്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം ആസയ്ക്ക് സാധിച്ചു. പക്ഷെ ഇത്രയും ഉന്നതമായി നിൽക്കുന്ന സമയത്ത് ആസയോട് ദൈവത്തിന്റെ ദാസനെ പ്രവചിക്കുവാൻ ഇടയായിത്തീർന്നു. നീ യഹോവയിലോടുകൂടെ ഇരിക്കുന്നിടത്തോളം ദൈവം നിന്നോടുകൂടെ ഇരിക്കും. നീ ദൈവത്തെ തള്ളിയാൽ അവൻ നിന്നെയും തള്ളും. ആസയ്ക്ക് ആ പർട്ടിക്കുലർ സമയത്ത് അത് മനസ്സിലാകില്ല. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധത്തിന് കടന്നു വന്ന ആ സമയത്ത് ആസ ദൈവത്തിൽ ആശ്രയിച്ചത്, ആരാം രാജാവിൽ ആശ്രയിച്ചത് മുഖാന്തരമായിട്ട് കടന്നു വന്ന ശാപങ്ങൾ, നാശങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ശ്രദ്ധിച്ചോണേ, മുൻപിൽ കൂട്ടി ദൈവം കണ്ടാണ് ദൈവം എന്നോട് ആലോചന പറഞ്ഞിരുന്നത്. ഇന്ന് ഒരു പക്ഷെങ്കിൽ അത് ഞാനുമായിട്ടൊരു ബന്ധം കാണത്തില്ലായിരിക്കുക. പക്ഷെങ്കിൽ നാളെ ഒരു ബന്ധം. ഞാൻ മടങ്ങി വരട്ടെ. മലാഖി പ്രവചനത്തിൽ ദൈവത്തിന്റെ ദാസൻ വെളിപ്പെടുത്തി കൊടുത്തത് സാധാരണപ്പെട്ട വിശ്വാസിയോടല്ല, ഒരു കൂട്ടം പുരോഹിതന്മാരോടാണ് ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുത്തിയത്. പുരോഹിതന്മാരുടെ സംഘം മുതൽ താഴോട്ട് നിങ്ങളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളെ നടത്തുന്ന ഒരു വ്യക്തി ആത്മീയനാണെങ്കിൽ കടന്നു വന്നിരിക്കുന്ന ജനം ആത്മീയമായിരിക്കും. നിങ്ങളെ നടത്തുന്ന ഒരു വ്യക്തി അനാത്മീയനാകുന്നുവെങ്കിൽ കടന്നു വരുന്നവരും ആത്മീയരായിരിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും നിങ്ങളെ നടത്തുന്നവരാ. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ മോൾഡ് ചെയ്യപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോണേ, ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ഞങ്ങൾ എല്ലാവരും ഭയക്കുന്ന ഒരു വിഷയമുണ്ട്. നാളെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കേണ്ടി വരുമ്പോൾ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ, ഒരു മാതൃകാപരമാർക്ക് ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ എങ്ങും കൊണ്ട് എത്തിക്കുവാനായിട്ട് സാധ്യമല്ല. പലപ്പോഴും ഞാൻ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നൊരു വിഷയമുണ്ട്. അരുമനാഥനാകുന്ന യേശു ക്രിസ്തു പറഞ്ഞതായിരിക്കുന്നൊരു വേർഡ് ശാസ്ത്രിമാരെ പരീക്ഷന്മാരെ നോക്കി പറഞ്ഞതാ, നിങ്ങൾ ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ തക്കവണ്ണം കരയും കടലും താണ്ടി നടക്കുന്നു, ചേർന്ന ശേഷം അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരയോഗ്യനാക്കും. ഈ ഒരു വാക്യം ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ഇവരെ ഇരട്ടി നരകയോഗ്യനാക്കിയത്? അത് മറ്റാരുമല്ല, ലീഡേഴ്സ്. ശ്രദ്ധിക്കണേ, ലീഡേഴ്സ് ആയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, അവർ ആണ് ജനത്തിന്
മാതൃകയായി നിൽക്കേണ്ടത്. ഈ ഭാരമുള്ളതായിരിക്കുന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്ന ആരാധന അവിടെ നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ യാഗപീഠത്തിൽ യാഗം കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം സത്യമാണ്. പക്ഷെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം നോക്കുമ്പോൾ ആ മൃഗങ്ങളുണ്ട്, യാഗമുണ്ട്, തീയുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിനകത്തില്ല. എന്തൊക്കെയോ അവർ കാട്ടിക്കൂട്ടുക, എന്തൊക്കെയോ അവർ പുറമേ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ അവർ വീണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അവരുടെ ഉള്ളിൽ ഇതുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. അതാ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൻ്റെ അവസാന പോർഷനിലേക്ക് വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെതായിരിക്കുന്ന വേദന വ്യക്തമായിട്ട് ദൈവം തൻ്റെ പ്രവാചകൻ കൂടെ വെളിപ്പെടുത്തുകയാണ്. ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം ഇതാണ്: എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരോട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആരാധനയ്ക്ക് നാം കടന്നു വന്നിട്ടുണ്ട്. ദീർഘദൂരം കടന്നാണ് നാം ഇവിടെ കടന്നു വന്നത്. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: സഹോദര, സഹോദരി, ആരാധനയിൽ നീ യാഗമായിട്ടാണ് കടന്നു വന്നത്. ചിലതൊക്കെ നീ ചെയ്യുന്നുണ്ട്. പക്ഷെ നോക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ആ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് നിന്റെ ഉള്ളിനുള്ളിൽ എന്തെങ്കിലും ജീവനുണ്ടോ? എന്തെങ്കിലും ഒരു റിയാലിറ്റി? ഈ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ, ഈ ദൈവത്തെ സ്തുതിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാ ഒരുവൻ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ ദൈവത്തെ തുച്ഛീകരിക്കുന്നത്. 1-2 എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് 1 ശമൂവേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 ശമൂവേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം, വേഴ്സ് 17. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരോഹിതൻ. ഏലി മോശക്കാരനൊന്നും ആയിരുന്നില്ല. പക്ഷെങ്കിൽ സംഭവിച്ചതായിരിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഏലിയുടെ മക്കൾ ദൈവത്തിൻ്റെ വഴികൾ നടക്കാതെ വന്നതായ സമയത്ത് അവർ ചെയ്ത ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾ യാഗം കഴിപ്പാനായിട്ട് കടന്നു വരുമ്പോൾ യാഗം കലത്തിൽ വേവിക്കുന്ന സമയത്ത് വേഗത്തിന് മുമ്പായിട്ട് അവരുടെ ദാസന്മാർ ചെന്ന മുപ്പല്ലിയിൽ അത് കുത്തിയെടുക്കും. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നത് കൊടുക്കേണ്ടത് ദൈവത്തിന് ആദ്യമായിട്ട്. പക്ഷെങ്കിൽ അവർ ദൈവത്തെ നിന്ദിച്ചത് ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം അവർ സ്വയമായിട്ട് എടുത്തിട്ടാ. ശ്രദ്ധിക്കണം ദൈവമക്കൾ, ദൈവത്തിന് ഞാൻ കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാതെ എനിക്ക് തന്നെ എടുക്കുന്നുവെങ്കിൽ ദൈവമക്കൾ ശ്രദ്ധിച്ചോണേ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ധാരിക്കുന്ന പ്രിഫറൻസ് എന്ന് പറയുന്നത് ദൈവമല്ല, ഞാനും നിങ്ങളുമാ. എന്താ നാം പ്രവൃത്തിയിൽ കൂടെ നാം ചെയ്യുന്നത്? എൻ്റെ ദൈവത്തെ ഡിസ്പൈസ് ചെയ്യുക. ഡിസ്പൈസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് ഞാൻ മനസ്സിലാക്കുമ്പോൾ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ആ ഡിസ്പൈസ് എന്ന് പറയുന്നത് ഒറ്റ അർത്ഥം ഞാൻ പറയുവാൻ സാധിക്കുമെങ്കിൽ കൊടുക്കേണ്ട വാല്യൂ കൊടുക്കാതെ പോവുക. അതാ ചെയ്തത്. ഒരു നല്ല എക്സാമ്പിൾ നിങ്ങൾക്കറിയാം. ഒരു മനുഷ്യൻ തൻ്റെതാർക്ക് ജ്യേഷ്ഠാവകാശത്തെ ഡിസ്പൈസ് ചെയ്തു. അതിൻ്റെ പരിണിത ഫലം വാവിട്ടവൻ നിലവിളിച്ചിട്ട് പോലും അവൻ്റെ സ്വന്തം സ്നേഹിക്കുന്ന അപ്പൻ്റെ ഭാഗത്തു നിന്ന് ഒരനുഗ്രഹം അവൻ ലഭിക്കുവാനിടയായില്ല. ശ്രദ്ധിക്കണേ, എന്താ സംഭവിച്ചത്? ദൈവം തനിക്ക് അവകാശമായി കൊടുത്ത ജ്യേഷ്ഠാവകാശം അതിൻ്റെ വില മനസ്സിലാക്കാതെ ചുവന്ന പായസത്തിന് അതിനേക്കാൾ വില കൊടുത്തു. താൽക്കാലികമാർഗ ഇമ്പങ്ങൾക്ക് ആത്മീയമായിരിക്കുന്ന ആഗ്രഹത്തെക്കാൾ വില കൊടുക്കുന്നു. ഇതല്ലേ
ഏലിയുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത് വായിച്ചാട്ട് അതേ 1 ശമൂവേൽ chapter 2 verse 29, 29 വാക്യം. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ 29 verse 29. യെസ്. എന്റെ വഴിപാടും യാഗവും നിങ്ങൾ ചവിട്ടുകയും ചവിട്ടി ദൈവത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന ബഹുമാനം. മലാഖി പ്രവചനം 1-ാം അധ്യായത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. അതിൻ്റെ 6-ാമത്തെ വാക്യം ചോദിക്കുന്ന ഒരു ചോദ്യത്തോടുകൂടിയാ, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ളതായിരിക്കുന്ന ആദരവ് എവിടെ? പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ആ ചോദ്യം ഈ മാറുന്നത് ഫുൾ ഗോസ്പൽ ചർച്ച് എല്ലാവരും ഒരുമിച്ച് കൂടി വന്ന ഈ ഒരു സമൂഹത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടത് ഒരു കൂട്ടമായിട്ടല്ല, ഒരു വ്യക്തിയായിട്ട് ഉത്തരം കൊടുക്കണം. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവത്തെ ആരാധിപ്പാനാ വന്നിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിച്ചാ വന്നത്. പക്ഷേ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നമ്മുടെ എൻ്റെയും നിങ്ങളുടെ ഈ ആരാധന എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങ് മാത്രമാണോ, അതോ അതിനകത്ത് വല്ല ജീവനുണ്ടോ? പ്രിയപ്പെട്ടവരെ, എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും ജീവനില്ല എന്ന്? ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിൽ തെളിവുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരനന്യ സഫീറ അവര് ദൈവത്തെ ആരാധിക്കുവാൻ തക്കണം ഇറങ്ങി തിരിച്ചതാ. മറ്റുള്ളവർ ചെയ്തതുപോലെ സകലതും ചപ്പന്ന് ചവറന്നെണ്ണി ഇറങ്ങിയവരാ. തങ്ങൾക്കുണ്ടായിരുന്ന നിലം വിറ്റ് ആ നിലത്തിൻ്റെ വിലയുടെ ദൈവദാസന്മാരുടെ കരങ്ങൾ കൊണ്ട് കൊടുക്കുവാൻ തക്കണം തീരുമാനമെടുത്തവരാ. സംഭവിച്ചത് അവരാഗ്രഹിച്ചതും തീരുമാനിച്ചതും വലുത്, കൊടുത്തത് കുറവ്. ശ്രദ്ധിച്ചോണേ. വായിച്ചേ ബുക്ക് ഓഫ് മലാഖി ചാപ്റ്റർ 1, മലാഖി പ്രവാചക പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, വേഴ്സ് 14. എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആണുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. ചോദിച്ചേ, അനന്യാസഫേ, നീ ഇതല്ലേ ചെയ്തത്? നീ ദൈവത്തിനു മുമ്പാകെ യാഗമായി കൊടുക്കുവാൻ ആഗ്രഹിച്ചത് കൂട്ടത്തിലെ മേധസ്സുള്ളതായിരിക്കുന്ന ഒരു കടിഞ്ഞൂല്. നീ കൊടുത്തത് എന്താ? മുടത്തിയതിനെ, ഒളുക്കിയതിനെ. ശാന്തമായിട്ട് ചിന്തിക്കണേ. ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മളെത്ര പേര് നമ്മൾ എടുത്തിരിക്കുന്ന സമർപ്പണത്തിനനുസൃതമായിട്ട് ദൈവത്തിന് മുമ്പാ കൊടുക്കുന്നുവോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യാറില്ല. കാരണം ഞാൻ ചോദിക്കുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്. ദൈവത്തോട് വലിയ കാര്യം ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അപ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ് ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ് ഞാൻ വരുന്നില്ല. ഞാൻ പല സന്ദർഭങ്ങളിൽ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ, നേർന്നത് ആട്ടിൻകൂട്ടത്തിൽ ആദ്യ ഫലമാകുന്ന കടിഞ്ഞൂലിനെയാണ്. പക്ഷേ ഞാൻ നിന്റെ മുമ്പാകെ വരുന്നത് ആ കടിഞ്ഞൂല് തന്നാണോ, അതോ എന്തെങ്കിലുമൊക്കെ ഊനം അതിനകത്തുണ്ടോ എന്നുള്ളത് ശാന്തമായിട്ട് ദൈവമക്കൾ ചിന്തിക്കണമേ. പലപ്പോഴും നാം ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുന്ന അധരങ്ങൾ കൂടെ വെളിപ്പെടുന്ന കാര്യങ്ങൾ വലുതാ. പക്ഷെ ദൈവത്തിന് മുമ്പാകെ യാഗമായി കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് എന്താണെന്നുള്ളത് ശാന്തമായി ചിന്തിക്കണം. എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ ദൈവത്തിന് മുമ്പാകെ യാഗമായി കൊടുക്കുന്നത് അലക്ഷ്യമായിട്ടാകുന്നു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ശ്രദ്ധിച്ചോണേ. ദൈവത്തിന് മുൻപാകെ ഞാൻ കൊടുക്കുന്ന അലക്ഷ്യമെന്ന് വെളിപ്പെടുന്നത് മറ്റൊന്നിൽ കൂടെയല്ല, എൻ്റെ പ്രവൃത്തിയിൽ കൂടെയാ. എൻ്റെ ഹൃദയത്തിനനുസരിച്ചായിരിക്കും ഞാൻ നിങ്ങളും കൊടുക്കുന്നത്, വാക്കുകൾക്കനുസരണമായിട്ടല്ല. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചത്, ദൈവമേ,
എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, ആധരങ്ങൾ കടന്നു വരുന്ന വാക്കുകൾ അങ്ങയ്ക്ക് പ്രസാദമാകട്ടെ. ഹൃദയം വാക്കുമായിരിക്കുന്നൊരു ബന്ധം, ആ ഒരു ബന്ധമാണ് താൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കാം ഇവർ കൊടുത്തത് ആ ദൈവത്തോടുള്ള ബഹുമാനത്തിൽ നിന്നല്ല എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാം, കർത്താവായ ഈ ദൈവം മലാഖി പ്രവാചകനിൽ കൂടെ മനോഹരമായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തത്തിൽ കൂടെയാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ദേശാധിപതി ഉണ്ടെന്ന് ചിന്തിക്കുക. ദേശാധിപതിക്ക് നിങ്ങൾ ദൈവത്തിനു മുമ്പാകെ കൊണ്ടുവരുന്ന ആ യാഗങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ ദേശാധിപതി നിന്നിൽ പ്രസാദിക്കുവാൻ സാധിക്കുമോ? എന്താ ഇവരെ കൊടുത്തതിൻ്റെ പ്രത്യേകത? വായിച്ചാട്ടോ വീണ്ടും ഒരിക്കൽ കൂടെ അതിൻ്റെ 7-ാമത്തെ വാക്യം, മലാഖി 1-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കാവോട്, നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. ഈ മലിനഭോജനം അർപ്പിക്കുന്നവർക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല അവരർപ്പിക്കുന്നത് മലിനഭോജനമാണ്. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടല്ലേ? ഇവരർപ്പിക്കുന്ന മലിനഭോജനമാണ്. പക്ഷേ മലാഖി പ്രവാചകൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. ഈ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു? ഞങ്ങൾ നിന്നെ എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? ഈ കാണിക്കുന്ന ഒക്കെ കാണിച്ചിട്ടും എന്തില്ല? അവക്കിതുവരെ മനസ്സിലായിട്ടില്ല. തുച്ഛീകരിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല അവരെ തെറ്റ് ചെയ്താലും. കാരണം അവരുടെ ഹൃദയം അവിടുന്ന് അങ്ങ് മാറ്റപ്പെട്ടു. ഹൃദയത്തിൽ ആ ബഹുമാനവും സ്നേഹവും വർദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഹാബേൽ ചെയ്തതുപോലെ ചെയ്യുന്നത്. ഹാബേൽ ചെയ്തത് ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ്. ദൈവത്തിന് വേണ്ടത് ഉത്തമമായത്, ഏറ്റവും ഒന്നാമത്തത്. അതാ ഹാബേൽ കൊടുത്തത്. ഹാബേലിന്റെ ഉള്ളത്തിൽ ആ ഒരു സന്തോഷമാണ് ഉണ്ടായിരുന്നത് കൊടുക്കുന്നതിൽ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? കൊടുക്കുന്നത് പുരോഹിതന്മാരാ. ആ പുരോഹിതന്മാർ കൊടുക്കുന്നതിനകത്ത് അതിനകത്ത് തെറ്റ് ചെയ്യുന്നു എന്ന് പോലും ബോധമില്ലാത്തവര്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഞാൻ പഠിച്ചപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അപകടം, ആ അപകടമാണ് നമ്മൾ പോലും നമ്മെ മനസ്സിലാക്കാതിരിക്കുന്നത്. ചില മൂടുപടം അടിഞ്ഞ് നമ്മൾ നടക്കുക, പക്ഷേ ആ മൂടുപടത്തിൽ നമ്മൾ പോലും നമ്മളെ അറിയുന്നില്ല. അതാണ് ബൈബിളിൽ ഒരൊറ്റ വാക്യം പറയാമെങ്കിൽ, സ്വയം വഞ്ചിക്കപ്പെടുക. മറ്റുള്ളവർ വഞ്ചിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെങ്കിൽ ഇത് മനസ്സിലാക്കാൻ അല്പം പാടാ. ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ചായിരിക്കും എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. സ്വയം വഞ്ചിക്കപ്പെടുക. എന്തുവാ സ്വയം വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല, എൻ്റെ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്ന എല്ലാം നന്നായിരിക്കുകയാണെന്ന്. കഴിഞ്ഞ ദിവസം രാജ്യമേത്ത പാസ്റ്റർ സംസാരിച്ചതുപോലെ ഒരു നിത്യശിക്ഷാവിധി വരുമെന്ന് ആ സമയം മനസ്സിലാക്കുന്നില്ല. എന്താ ഇവിടെ സംഭവിച്ചത്? ഈ പുരോഹിതന്മാർക്ക് അറിയത്തില്ല അവർ ചെയ്യുന്ന തെറ്റെന്താണെന്ന്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ നമുക്ക് ബോധ്യമാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. എന്താ ഇവരുടെ പ്രത്യേകത? വായിച്ചതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ 7-ാം വാക്യത്തിൻ്റെ താഴെ, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവര് ദൈവത്തെ തുച്ഛീകരിക്കുവാൻ ഇടയായിത്തീരുന്നത് ഇവർ കൊണ്ടുവന്ന യാഗം മുഖാന്തരമാണ്. ഈ യാഗത്തിൽ കൂടെ അറിയാൻ ദൈവത്തെ തുച്ഛീകരിക്കുന്നവനും ദൈവത്തെ ബഹുമാനിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എത്ര പേര് മനസ്സിലാക്കുന്ന എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ
ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ, ആ കടന്നു വന്നിരിക്കുന്നവരെ കാണുമ്പോൾ സ്വർഗസ്ഥനായിരിക്കും ദൈവത്തിനറിയാം. ദൈവിക വെളിപ്പാട് പ്രാപിച്ച ദൈവഭക്തന്മാർക്കറിയാം ഈ വന്നിരിക്കുന്നത് ശരിയായ ദൈവത്തോടുള്ള ബഹുമാനമാണോ അല്ലയോ എന്ന്. കാരണം ഇവരെ കൊണ്ടുവന്നത് കണ്ണുപൊട്ടിയതിനെ, കുരുടിനെ. ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത ആലോചന പ്രകാരം ഊനമുള്ള ഒന്നിനെയും എൻ്റെ യാഗപീഠത്തിൽ കൊണ്ടുവരരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവരുവാനിടയായി തീർന്നത് ഊനമുള്ള ഒന്നിനെ. അതാ മലാക്കി പ്രവാചകന്റെ അവസാന വാക്യം നമ്മൾ കാണുന്നത് 1:17 അവസാന വാക്യം പറയുന്നത് ഊനമുള്ളൊരു തള്ളയെ യാഗമായി കൊടുക്കുവാൻ തക്കണം നേർന്നത് കടിഞ്ഞൂലിനെയാ. ഏറ്റവും ബെസ്റ്റിനെയാണ് നേർന്നത്, പക്ഷേ കൊടുക്കുന്നത് ഊനമുള്ളൊരു തള്ളയെ. ഇന്ന് പകൽക്കാലം ശാന്തമായിട്ട് ഈ ആരാധനയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, എൻ്റെ ദൈവത്തിന് യാഗമായി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് ഞാൻ കൊടുക്കുന്നതായിരിക്കുന്ന ഏറ്റവും വേണ്ടത് എൻ്റെ ഊനമുള്ളതല്ല. ദൈവത്തിന് വേണ്ടത് ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയുമോ, കർത്താവേ, തുടർന്നുള്ള ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ദൈവത്തിന് തരുവാൻ എന്നെ നീ സഹായിക്കണം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇപ്രകാരം ഒരു യാഗം നടത്തുമ്പോൾ സംഭവിക്കുന്ന കുഴപ്പം എന്ന് പറയുന്നത്, വായിച്ചാട്ട് ബുക്ക് ഓഫ് മലാക്കി ചാപ്റ്റർ 1:9. മലാക്കി പ്രവചനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുവീൻ, നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കണം ആ വേർഡ്. ഈ യാഗം കഴിക്കുന്നവർ യാഗവസ്തുമായിട്ട് ദൈവത്തിന് മുൻപാകെ കടന്നു വരുമ്പോൾ ആ യാഗവസ്തു കംപ്ലീറ്റ് ആയിട്ട് ദഹിച്ച് മാറ്റപ്പെടുമ്പോൾ അവർ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്ന, ആകയാൽ അവൻ നിന്നോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം നീ അവനെ പ്രസാദിപ്പിച്ചോളുക. പ്രിയപ്പെട്ടവരെ, ആരാധന കടന്നു വന്ന് കൈയടിക്കുന്നതോട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതല്ല എൻ്റെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയും അതല്ല. ജീവിതത്തിൻ്റെ ഒരുക്കം അതിന് വളരെ ആവശ്യമായിരിക്കുമ്പോൾ ഒരാരാധനയ്ക്ക് വേണ്ടതായിരിക്കുന്ന പ്രിപ്പറേഷൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉള്ളൊരു താല്പര്യം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിരിപ്പാളൊരു ആഗ്രഹം. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നെന്ന്. എൻ്റെ ദൈവം ഇന്നത്തെ ആരാധനയിൽ അങ്ങേ എനിക്കൊന്ന് പ്രസാദിപ്പിക്കുവാൻ കൃപ ചെയ്യണം. നമ്മുടെ യോഗ്യതയൊന്നും ഞാൻ അവിടെ പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ അയോഗ്യതയുടെ മുൻപിൽ എൻ്റെ യേശുവിൻ്റെ രക്തം കടന്നു വരുമ്പോൾ അവിടെയാണ് നമ്മെ യോഗ്യരാക്കി മാറ്റപ്പെടുന്നത്. എന്ത് സംഭവിക്കുന്നു? ഈ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാർ അവരത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ ദൈവം അവരെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ദൈവ സാന്നിധ്യത്തിൽ കടന്നു വന്നിരുന്നുകൊണ്ട് ഒരു ഗുണവുമില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിക്കും, പക്ഷേ ആ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ദൈവത്തോട് സാധാരണ പറയുന്നൊരു ഭാഗമുണ്ട്. ദൈവമേ, ഈ വഴിയിൽ നടക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ ദൈവമേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ മോളിലിരുന്ന് കേൾക്കുന്നവരുണ്ട് എന്നുള്ളത് എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിച്ചറിയുന്നതാണ് എൻ്റെ ജീവിതത്തിന് നൽകുന്ന പ്രാധാന്യം. പ്രിയപ്പെട്ടവരെ, ആലയത്തിൽ വന്നത് കൈയടിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ നൽകുന്ന ഏത് സാഹചര്യങ്ങളിലും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരപ്പനുണ്ട് എന്നുള്ളൊരു ബോധ്യം എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് ആ ബന്ധത്തിൻ്റെ നൽകുന്ന വലിപ്പം എന്ന് പറയുന്നത്. അവരെ കൂടെ ദൈവത്തോട് ബന്ധപ്പെടുവാനാണ് സാധിക്കത്തുള്ളൂ. അവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. അങ്ങനെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. ഞാൻ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, ഓരോ മീറ്റിങ്ങിലും ഞാൻ പറയുന്ന കാര്യമുണ്ട്, ദൈവമേ, ഞങ്ങൾ കടന്നു വരുമ്പോൾ നിൻ്റെ ദിവ്യ തേജസ് ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് ആ ഒരു അനുഭവിച്ച് കടന്നു പോകുവാൻ സ്വർഗമേ സഹായിക്കണം.
പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്തിരുവാൻ മതിയായവനാ. ഒറ്റ കാര്യമേ ഉള്ളൂ. കടന്നു വരുന്നതിന് മുൻപായിട്ടൊരു വാക്ക്, എൻ്റെ ദൈവമേ നിന്നെ ഒന്ന് പ്രസാദിപ്പിക്കുവാൻ എനിക്ക് നീ കൃപ ചെയ്യണം. അങ്ങനെ പ്രസാദിപ്പിക്കുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു വന്നവരുടെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹാലയിലുള്ള ഗ്ലോറിയസ് മൈ ഫാദർ. പ്രിയപ്പെട്ടവർ, അവരുടെ പ്രത്യേകത ഒന്നാ, അവരുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായിട്ട് സമർപ്പിക്കുന്നവരായിരിക്കും. അവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കണം സാധിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിച്ചില്ല എങ്കിൽ എന്തായിരിക്കും സംഭവം? വായിച്ചിട്ട് മലാഖി 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. മലാഖി 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന് മക്കൾ മനസ്സിലാക്കണം, ആരാധനയ്ക്ക് വരുന്നത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കും, ശപിക്കപ്പെടുവാൻ സാധിക്കും. രണ്ടും സാധിക്കും. കണ്ടില്ലേ, ആദ്യത്തെ ആരാധന ഹാബേല് കയ്യന് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചു, മറ്റവൻ ദൈവത്തിന് ശാപം പ്രാപിച്ചു. ദൈവത്തിന്റെ വിശുദ്ധ വചനം തിരുവത്താണ് ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിന്റെ ദാസൻ കോരിന്ത്യ സഭയോട് പറയുമ്പോൾ അവരോട് പറയുന്ന ഒരു വേർഡ് പ്രകാരമാണ്, അത് നിങ്ങൾ യോഗ്യതയില്ലാതെ ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ശാപത്തിന് കാരണമാണ്. അല്പനിമിഷത്തിന് ശേഷം ആ തിരുമേശയിലേക്ക് നാം കടക്കുവാൻ പോകുക. ആ സമയത്ത് ഞാനത് പറയാം. പക്ഷെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ ഒന്നുകിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായി പോകും, അല്ലെങ്കിൽ മറ്റേതായിരിക്കും ഫലം. അതെൻ്റെ നാവിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിക്കാതെ പോയ കയ്യിനെ സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തെ പ്രസാദിപ്പിക്കാതെ നീ മുൻപോട്ട് കടന്നു പോയാൽ നിന്റെ കാല് ചവിട്ടുന്നത് പാപത്തിലായിരിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ അതിൽ നിന്ന് ഒഴിയുമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ ദീർഘമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് നടച്ച് അല്പനിമിഷം സ്വയമായിട്ട് ഇന്ന് നമ്മെ തന്നെ പരിശോധിക്കുന്നൊരു ദിവസമാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അന്ന് മലാഖിയിൽ കൂടെ ദൈവം തൻ്റെ അരുളപ്പാട് കൊടുക്കുവാൻ ഇടയായിത്തീർന്നത് പുരോഹിതന്മാർക്കാകുന്നുവെങ്കിൽ, ഇന്ന് നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാകിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുവാനുണ്ട്. നാം ദൈവത്തിനെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ നാം ദൈവത്തിന് മുമ്പാകെ യാഗമായി കൊണ്ടുവന്നിരിക്കുന്നത്, അഥവാ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, അവൻ നമ്മുടെ അപ്പനെങ്കിൽ അപ്പനോടുള്ള സ്നേഹം, അവൻ നമ്മുടെ യജമാനെങ്കിൽ യജമാനോടുള്ള ബഹുമാനം നമുക്കുണ്ടോ എന്നുള്ളത് ശാന്തമായി ചിന്തിച്ചാട്ട് എങ്ങനെ പറയുവാൻ സാധിക്കും? ആ ബഹുമാനമുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നതെങ്കിൽ, ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ, അതിൻ്റെതായിരിക്കുന്ന തെളിവായിരിക്കും ഞാൻ കൊണ്ടുവന്നത് ദ ബെസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് ആയിരിക്കും, ആദ്യത്തേതും ഏറ്റവും നല്ലതും. ഇന്ന് ആ കൊണ്ടുവന്നത് ശാന്തമായിട്ടൊന്ന് നോക്കുമോ? എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് എല്ലാവരും സ്വയമായിട്ട് ഒന്ന് പിന്നോട്ട് നോക്കിയാട്ട്, ഒന്ന് ശാന്തമായി ചിന്തിച്ചു കൊണ്ടൊന്ന് പറഞ്ഞാട്ട്, ഒന്ന് ദൈവാത്മാവ് നമ്മെ ശോധന ചെയ്യട്ടെ. ദൈവാത്മാവിൻ്റെ മുമ്പിൽ ഒരു വേർഡ് ഒന്ന് പറയുവാൻ സാധിക്കും. പിന്നോട്ട് നോക്കിയിട്ട്, എൻ്റെ കർത്താവേ, ഞാൻ ഇന്ന് എന്താ നിനക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 1 മാസക്കാലം നീ ജയത്തോടെ നടത്തി. 4-ാം മാസത്തിൻ്റെ 13-ാം തീയതിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അല്ല, അമ്മയുടെ ഗർഭം മുതൽ ഉരുവാക്കപ്പെട്ട സമയം മുതൽ ഇന്ന് വരെയും നീ എന്നെ നടത്തി. ഒന്ന് പറയുവാൻ സാധിക്കും,
തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ ദൈവം നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്തിട്ടില്ല. ആ നല്ലവനാകുന്ന കർത്താവിൻ്റെ മുൻപിൽ, യോഗ്യതയുള്ള കർത്താവിൻ്റെ മുൻപിൽ ഇന്ന് ദൈവത്തിൻ്റെ ദാസൻ സംഘത്തിൽ കൂടെ കേൾപ്പിച്ചതുപോലെ, എങ്കിലും ഞാൻ എൻ്റെ രക്ഷയിൽ ആനന്ദിക്കുമെന്ന് ദൈവത്തിന് മുൻപാകെ ആ പാപത്തിൻ്റെ ചേറ്റിൽ നമ്മെ കരകയറ്റുവാൻ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്നവനാകുന്ന യേശുവിൻ്റെ പൊന്മുഖം കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം അവനോടൊന്ന് പറയാമോ, കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നത് എൻ്റെ ദൈവത്തിന് പ്രസാദമാണോ? ഒന്ന് ശാന്തമായിട്ട് ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവെ, പലപ്പോഴും അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ തരുവാൻ എന്നെ കൊണ്ട് സാധ്യമായില്ല. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, അതൊന്നും എന്നെ കൊണ്ട് നടക്കുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നതാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ആ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? ശിഷ്ടായുസ്, കർത്താവേ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുക. എൻ്റെ ജീവിതത്തിൽ ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് എൻ്റെ ദൈവത്തിന്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ സമയം എൻ്റെ ദൈവത്തിന്. മറ്റെല്ലാക്കറ്റുപരിയായിട്ട് ജീവിതത്തിന് നടക്കുന്ന ഓരോ സ്റ്റേജുകളിൽ ജോലിക്ക് ഞാൻ പോകുമായിരിക്കാം. ആ ജോലിക്ക് പോകുമ്പോൾ ആദ്യം എൻ്റെ ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏത് സ്ഥാനത്തും ആദ്യം ദൈവത്തിന് കൊടുക്കുന്നത് കൊടുത്ത് ദൈവത്തോട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് എൻ്റെ ദൈവത്തിനാൾ സമർപ്പിക്കുക. ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ ഞാനും എൻ്റെ കണ്ണുകൾ അടയ്ക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന് മുൻപിൽ, കർത്താവേ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലർ ദൈവത്തിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നവരായിരിക്കുക. അങ്ങനെയുള്ളൊരു മടങ്ങി വരവ് ആഗ്രഹിക്കുക. അല്ലാത്തവർ ദൈവം ആഗ്രഹിക്കുന്നതനുസൃതമായിട്ട് കൊടുക്കുവാൻ സാധിക്കുന്നില്ല. അതിനേക്കാൾ വലുത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് പറഞ്ഞാട്ട്, കർത്താവേ, തുടർന്നുള്ള ശിഷ്ടായുസ് എൻ്റെ ജീവിതത്തിൽ നീ എൻ്റെ അപ്പനായതുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് ആ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, അപ്പാ, നീ എൻ്റെ യജമാനായതുകൊണ്ട് അങ്ങനെയുള്ള ബഹുമാനത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ശാന്തമായിട്ടൊന്ന് സംസാരിച്ച് എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ സംയുക്ത ആരാധന ഒരു തുടക്കമായി തരുവാൻ, ഒരു മാറ്റത്തിൻ്റെ ദിവസമായി തരുവാൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ്, യെസ് മൈ ഫാദർ, യെസ് മൈ ഫാദർ, വി താങ്ക് യു. പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, ഹല്ലേലൂയ, കർത്താവെ സഹായിക്കണമേ എന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 hallelujah, glorious my Father, we thank you. Thank you, my loving holy God, we thank you. Hallelujah. ഇന്ന് ഈ പകൽക്കാലം ദൈവം നമ്മുടെ നടുവിലുണ്ട്. കർത്താവായ യേശു നമ്മുടെ നടുവിൽ ആഗതനായിരിക്കുകയാൽ അവൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം കർത്താവേ, എന്നെ അതിനുവേണ്ടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ അതത് സ്ഥാനങ്ങളൊന്നും എഴുന്നേറ്റ് നാട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊച്ചുമ്പത് ഒരു സമർപ്പണ പാട്ട്, ഒരു പാട്ടിൻ്റെ വരികളൊന്ന് പാടിയായിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു മൈ ലോർഡ്, വി താങ്ക് യു. ദൈവത്തിന് മുമ്പ് ആ കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ഹല്ലേലൂയ കൊയറിനോട് കൂടെ ചേർന്ന സമർപ്പണ ഗാനം നമുക്കൊരുമിച്ച് സമർപ്പണമായിട്ട് പാടിയാട്ടോ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ